മൗനം വിദ്വാന് ഭൂഷണമെന്നാണ് പി ജയരാജൻ കണ്ണൂരിലെ സംഭവങ്ങളിൽ പ്രതികരിച്ചത്. എന്നാൽ മൗനം കൊണ്ട് നൽകുന്നത് മനു തോമസിനുള്ള അനുവാദമാണോ എന്ന ചർച്ചയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം മനു തോമസ് പി ജയരാജനെതിരെ വളരെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ട് പോലും പാർട്ടി ഏതെങ്കിലും തരത്തിൽ പി ജയരാജന് പ്രതിരോധം തീർക്കാനോ അതിനെ തള്ളിപ്പറയാനോ ഒന്നും തയ്യാറായില്ല എന്നതാണ് ഒരു പ്രത്യേകത. എന്നാൽ അർജുൻ ആയങ്കിയെപ്പോലെയുള്ളവർ അല്ലെങ്കിൽ ആകാശ് തില്ലങ്കേരിയെപ്പോലെയുള്ളവർ മനു തോമസിനെ മൗനമാക്കാൻ മണിക്കൂറുകൾ മാത്രം മതി എന്ന തരത്തിലുള്ള ഭീഷണികളൊക്കെ എഴുതുമ്പോഴും പാർട്ടി മൗനമാണ്. യഥാർത്ഥത്തിൽ അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാക്കി പാർട്ടികളെപ്പോലെയല്ല. അതിൻ്റെ ഉത്ഭവവും പ്രചരണവും അത്തരം കാര്യങ്ങളുമൊക്കെ ഓരോ സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഒരു പഠനാനുഭവം തന്നെയാണ്. കാരണം മുഖമില്ലാത്തവർക്കും ശബ്ദമില്ലാത്തവർക്കും അടിസ്ഥാന വർഗത്തിൻ്റെയും ഒക്കെ ആശ്രയമായി ഒരു കാലത്ത് അപരവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി മുഖ്യധാരാവൽക്കരണത്തിനായി ഏതാണ്ട് സമാന ജീവിതാവശ്യങ്ങളുടെ മേഖലകളിൽ ജീവിക്കുന്നവർ ഒത്തുചേർന്നാണ് ഇത്തരമൊരു മുന്നേറ്റം സാധ്യമായത്. അവിടെ നിന്ന് സഞ്ചരിച്ച് ഇവിടേക്കെത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ കൗതുകകരമായ പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാർട്ടി ഗ്രാമങ്ങൾ, പാർട്ടി തീരുമാനങ്ങൾ, പാർട്ടി നടപ്പിലാക്കുന്ന ഏർപ്പാടുകൾ, പാർട്ടി എടുക്കുന്ന സംവിധാനങ്ങൾ, പാർട്ടിയിലെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളുകൾ, അവർക്കുള്ള സംരക്ഷണം, ഇങ്ങനെ മറ്റിതര പാർട്ടികളിൽ നിന്ന് വേറിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് കരുതുന്ന കണ്ണൂർ മേഖലയിൽ അവിടെ ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു. പി ജയരാജൻ, ഇ പി ജയരാജൻ, പിണറായി വിജയൻ, എം വി ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന അടങ്ങുന്ന ഒരു നിര നേതാക്കളാണ് ആ പ്രദേശത്ത് നിന്നുള്ളത്. എന്നാൽ അത്തരം കൂട്ടായ്മയിൽ നിന്ന് പി ജയരാജനെ പെതിയെ ഒഴിവാക്കുന്നു എന്ന് പറയുന്ന ചർച്ച തുടങ്ങിവെച്ചത് അദ്ദേഹത്തിൻ്റെ മേൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കലും അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തി പൂജയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന തരത്തിൽ നിരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു. എന്നാൽ പ്രായോഗികമായി അത് ബോധ്യമായത് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ വടകരയിൽ അദ്ദേഹത്തെ മത്സരിക്കാൻ നിയോഗിച്ചപ്പോഴാണ്. വടകരയിൽ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട ശേഷം അദ്ദേഹത്തിന് പാർട്ടി പോസ്റ്റ് തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് അസംബ്ലിയിൽ മത്സരിപ്പിച്ചുമില്ല. എന്നാൽ അദ്ദേഹത്തിന് ഒരു പരിവേഷമുണ്ടായിരുന്നു കണ്ണൂരിലാകെ. ഈ പാലിയേറ്റീവ് കെയറും സേവന പ്രവർത്തനങ്ങളുമൊക്കെയായി പാർട്ടിക്ക് വേണ്ടി വളരെ സാഹസികമായ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു സഖാവ് എന്നുള്ള നിലയിൽ. ഒപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ കൂലിപ്പണിക്കാരാണ്, കഷ്ടപ്പാടുകാരാണ്, അവരാരും പാർട്ടിയുടെ ഗുണം എടുക്കുന്നില്ല. എന്നാൽ മറ്റു പല നേതാക്കളുടെയും മക്കൾ പാർട്ടിയുടെ തണലിൽ പലതുമൊക്കെ നേടുന്നു എന്ന് പറയുന്ന ഒരാക്ഷേപത്തെ പൊലിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിലേക്ക് ചിത്രീകരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഉദാഹരണമായി എടുത്തിരുന്നു. എന്നാൽ സമാനമായി കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ടി എൻ വാസവനെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയോഗിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുക്കുകയും പിന്നീട് അദ്ദേഹത്തെ MLA ആയി മത്സരിപ്പിക്കുകയും മന്ത്രിയാക്കുകയും ഒക്കെ ചെയ്തു. പി ജയരാജൻ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടിത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ എം വി ജയരാജൻ ടീച്ചറിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട്, തൻ്റെ തോൽവിയെക്കുറിച്ചല്ല, ടീച്ചറിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് പോരാളി ഷാജി, അതുപോലെ അമ്പാടി സഖാക്കൾ, പിന്നെ വേറെ ഏതാണ്ടൊക്കെയോ റെഡ് ആർമി തുടങ്ങിയ ചാനലുകളിലൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അത് പാർട്ടി വിരുദ്ധരുടേതാണെന്നുമൊക്കെ പറയാൻ തുടങ്ങി. PJ ആർമിയാണ് വ്യക്തിപൂജ വന്നപ്പോൾ മറ്റൊരു പേരിലേക്ക് അതിനെ റെഡ് ആർമിയോ മറ്റോ ആയി മാറ്റപ്പെട്ടത്. ഏതായാലും അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് മനു തോമസ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി ജയരാജനെതിരെ രംഗത്ത് വന്നത്. മനു തോമസിന് കണ്ണൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാത്ത ആളല്ല. ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ ഗൗരവം നല്ല ബോധ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വെറുതെ ഒരു ആരോപണം അങ്ങ് പറഞ്ഞു പോകുന്ന ഒരാളായി മനു തോമസിൻ്റെ വാക്കുകളെ കാണാനാവില്ല. അദ്ദേഹത്തിന് എവിടെ നിന്നെങ്കിലുമൊക്കെ പറയാനുള്ള ഉറപ്പോ അല്ലെങ്കിൽ പറയാനുള്ള പിന്തുണയോ ലഭിക്കാതെ അങ്ങനെ പറയില്ല എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് പറഞ്ഞു കഴിഞ്ഞ് ഏതാണ്ട് 72 മണിക്കൂറോ 4-5 ദിവസമായിട്ടും പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഈ പി ജയരാജനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് പറയാനോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. കൂടാതെ പത്രക്കാർ ചോദിച്ചപ്പോൾ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞതിലൂടെ താനൊരു വിദ്വാനാണെന്നും തൽക്കാലം മൗനം പാലിക്കുന്നതാണ് ഭൂഷണമെന്നുമുള്ള ഒരല്പം ഗൗരവമായ നിരീക്ഷണമാണ് പി ജയരാജൻ നടത്തിയിരിക്കുന്നത്.